അവൻ ഈ സമയത്ത് അവന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് കാണില്ലേ ആന്റി? ആ, ഓർത്ത് കാണും. അയാളെ കണ്ടെത്തിയ അവൻ അറിയേണ്ട ചില സത്യങ്ങൾ അറിയണമെന്നുള്ള പ്രതീക്ഷയും കാണും. അതും കൂടിയ ഹർഷേ എന്റെ ടെൻഷൻ. അയാൾ ഒരിക്കലും ഇന്ദ്രനെ വിളിക്കാൻ പാടില്ല. അതെനിക്ക് തിരിച്ചടിയാവും. ശരി, നമുക്ക് അയാളെ ആദ്യം ആന്റിയെ വിളിച്ച ഫോണിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. തട്ടിപ്പാണോ ആൾമാറാട്ടാണോ എന്നൊക്കെ അറിയാലോ. അയ്യോ, അത് വേണോ ഹർഷേ? ഞാൻ അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. രാവിലെ നിന്നെ വിളിക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുത്തത്. ഇപ്പൊ ഫോൺ ആന്റിയുടെ കയ്യിലുണ്ടല്ലോ. ഞാനേ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം. ആന്റി, ആ നമ്പർ എന്താന്നേ? ഇതിലേത് നമ്പറാ ആന്റി? ഇതിലെ ആദ്യത്തെ ഇൻകമിംഗ് കോൾ വന്ന നമ്പർ തന്നെയാവും. ഇതല്ലേ? ആ, ഡയൽ ചെയ്യട്ടെ. ആ. സ്പീക്കർ ഫോൺ വിളിക്ക്. ഹലോ, ആരാ? ശേഖരേട്ടനല്ലേ? അല്ലല്ലോ, നിങ്ങൾക്ക് നമ്പർ തരിക. ഹലോ, നമ്പർ തെറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ ആരാ? എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? ഈ നമ്പറിന് ഇന്നലെ അർദ്ധരാത്രി എനിക്കൊരു കോൾ വന്നിരുന്നു. അപ്പം നിങ്ങൾ ആരാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അയ്യോ, അതാണോ? ക്ഷമിക്കണം കേട്ടോ, അത് ഞാനല്ല വിളിച്ചേ. പിന്നെ ആരാ ഇന്നലെ പാതിരാത്രി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്? അതൊരു പാവ മനുഷ്യനായിരുന്നു. കയ്യിൽ സ്വന്തമായിട്ട് ഫോൺ പോലില്ലാത്ത ഒരാൾ. ദൂരയാത്ര കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നേ. വീട്ടിലേക്ക് വിളിക്കാൻ ഫോൺ തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. 2 കോൾ ചെയ്തെന്ന് തോന്നുന്നു. അയാൾ വിളിച്ചത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ സോറി, ഞാനൊരു സഹായം ചെയ്യുന്നേ ഉള്ളൂ. അല്ല, അയാൾ ഇപ്പൊ എവിടെയുണ്ട്? ഇന്നലെ ഏത് ബസ് സ്റ്റാൻഡിൽ വെച്ചാ നിങ്ങൾ അയാൾക്ക് ഫോൺ കൊടുത്തത്? കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ചാ. കോഴിക്കോട്? ഇപ്പൊ അയാൾ എവിടെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ബസ് വന്നപ്പോ ഞാനതിൽ കയറിങ്ങ് പോയി. അയാൾ അപ്പോഴാ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ശരി, തൽക്കാലം ഞാൻ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കേ. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാ ഞാൻ ഇനിയും വിളിക്കും. ആ, നിങ്ങൾ എപ്പോഴാണ് വിളിച്ചോളൂ. പിന്നെ അയാൾ വിളിച്ചതുപോലെ പാതിരാത്രിക്കൊന്നും വിളിച്ചേക്കല്ലേ. എന്റെ പെണ്ണുമുള്ള കുറച്ച് കലിപ്പാ. പകൽ എപ്പോ ആണെങ്കിലും വിളിച്ചു. എന്നാ വെക്കട്ടെ? ശരി. ഓരോ കൊസറ കൊള്ളികള്. ഇക്കാലത്ത് ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പാടില്ലേ? ദൈവമേ, അയാൾക്ക് ഇനി ഒരിക്കലും എന്നെ വിളിക്കാൻ തോന്നല്ലേ. മരണം വരെ ആ മാരണം പിടിച്ച മനുഷ്യൻ എന്റെ കൺമുമ്പിൽ വന്ന് പെടല്ലേ ഭഗവാനെ. അല്ല ഹർഷേ, കോഴിക്കോട് നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഇപ്പൊ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് കയറി വരാൻ അയാൾക്ക് ആന്റിയുള്ള സ്ഥലം അറിയില്ലല്ലോ. ഇനി അറിഞ്ഞാലും അയാൾ ഉടനെ കയറി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ ഫോൺ വിളിച്ച് സംസാരിച്ചയാൾ പറയുന്നത് കേട്ടപ്പോ എനിക്കും അങ്ങനെയാ തോന്നിയത്. കയ്യിൽ സ്വന്തമായിട്ട് ഫോൺ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അയാളൊരു പിച്ചക്കാരന്റെ ലെവലിലായിരിക്കണം. ഏത് ലെവലിലായാലും അയാൾ ആന്റിയുടെ ഭർത്താവല്ലേ, ആന്റിയുടെ മക്കളുടെ അച്ഛനല്ലേ. അതൊക്കെ അന്ന്. അയാൾ എന്നെയും മക്കളെയും കളഞ്ഞിട്ട് പോയോ അന്ന് ഞാൻ ആ ബന്ധം മുറിച്ചിട്ടതാ. ഇനി ആ ബന്ധത്തിന്റെ കണക്കും പറഞ്ഞു വന്നാലേ ചൂരുകൊണ്ട് അടിച്ചോടിക്കും ഞാൻ. എന്റെ ആന്റി, ഇതൊക്കെ പറയാൻ എളുപ്പമാ. പക്ഷേ മക്കൾക്ക് അച്ഛനെ സ്വീകരിക്കണം തോന്നിയ അമ്മ എതിർത്തിട്ട് ഒരു കാര്യമില്ല.
ആന്റി പ്രാർത്ഥിക്കേണ്ടത് ആ വിളിച്ചത് അയാളായിരിക്കല്ലേ എന്നാ. അല്ല, അയാളല്ലെങ്കിൽ പിന്നെ ആരാ ഹർഷേ? ആരും ആവാം. ശത്രുക്കളില്ലാത്ത ആളൊന്നും അല്ലല്ലോ സുശീലാന്റി. എന്റെ വിശ്വാസം ഇപ്പോഴും ആ വിളിച്ചത് ഒരു വ്യാജനായിരിക്കും എന്നാ. ഓ, എങ്കിൽ രക്ഷപ്പെട്ടു. അല്ല, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നോക്കാം ആന്റി. ഇനി ആ കോള് വരുമ്പോ ആന്റി സൂക്ഷിച്ചെടുത്താ മതി. അയ്യോ ഇല്ല, ഇനി പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോള് വന്നാ എടുക്കേയില്ല. എന്റെ ഇപ്പോഴത്തെ പേടി എന്താണെന്നറിയോ? വിചാരിക്കാതെ അയാളെങ്ങാനും വീട്ടിൽ കയറി വന്ന് സ്വയം പരിചയപ്പെടുത്തുമെന്നാ. ആന്റി ഉടനെ അങ്ങനെ ഒരു വരവ് പ്രതീക്ഷിക്കണ്ട. പക്ഷേ വ്യാജനല്ലെങ്കിൽ ഒരു വരവ് താമസിയാതെ തന്നെ ഉണ്ടായേക്കാം. ഹർഷേ, ആന്റി, ആ സമയത്ത് ആന്റിയും മക്കളും മരുമക്കളും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ചിലപ്പോ കൈവിട്ട കളിയായി പോവും. അത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഹർഷേ? വരവ് തടയാൻ ഒരു വഴിയുമില്ല. ആന്റിക്കല്ലാതെ വേറെ ആർക്കും അയാളെ അറിയില്ലല്ലോ. ശരിയാ, ഇപ്പൊ ഉള്ളത് ഏത് രൂപത്തിലാണെന്ന് ആർക്കറിയാം. ചിലപ്പോ എനിക്ക് പോലും കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ആ പിന്നെ ഒരു വഴിയുണ്ട് ആന്റി. ആന്റിയും കുടുംബം വീട് കൂട്ടി കുറച്ചു ദിവസം മറ്റെങ്ങോട്ടെങ്കിലും മാറി നിൽക്കുക. അയാൾ അന്വേഷിച്ചു വരുമ്പോ വീട്ടിൽ ആരെയും കാണരുത്. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി വീട് മാറി പോകുന്നതും പ്രായോഗികമല്ലല്ലോ അല്ലേ? സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഏട്ടനും ഏട്ടത്തിക്കും മോനെയും കൂട്ടി ചെറിയ ട്രിപ്പെങ്കിലും പൊയ്ക്കൂടെ? കുഞ്ഞിനത് വലിയ സന്തോഷമാവും. അത് ശരിയാണല്ലോ അനു, നമുക്കൊന്ന് പോയാലോ? ഒരുപാട് നാളായില്ലേ നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പോയിട്ട്. ഇന്ദ്രേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ആ, ആന്റി, ആ, ആ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ ഹർഷേ. എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാ മനസ്സിന് കുറച്ചൊരു ആശ്വാസം കിട്ടും. ഞാനത് ഇന്ദ്രനുമായിട്ട് സംസാരിക്കട്ടെ. എന്റെ ഒരു ആഗ്രഹമാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ ശരി ആന്റി, ആന്റി ഒന്ന് പ്ലാൻ ചെയ്. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കാം. ആന്റി, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ശരി ഹർഷേ, എന്ന് ഞാൻ പോട്ടെ. ഞാൻ വീട്ടിലെത്തിയിട്ട് വേണം സോനയ്ക്ക് ക്ലാസ്സിന് പോവാൻ. അത് മുടക്കാൻ പറ്റില്ലല്ലോ. എന്നാ ആന്റി നിൽക്കണ്ട, വേഗം പോയിക്കോ. ശരി.